السلام عليكم ورحمة الله وبركاته. واستعينوا بالصبر والصلاة فإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. വസ്തഈനു, നിങ്ങൾ ഗുണം തേടുക, ബിസ്സബ്രി, ക്ഷമ കൊണ്ടും, വസ്സലാത്തി, നിസ്കാരം കൊണ്ടും. വഇന്നഹാ, നിശ്ചയം നിസ്കാരം, ലകബീറത്തുൻ, വലിയ ഭാരമുള്ള കാര്യമാണ്, ഇല്ലാ അലൽ ഖാശിഈൻ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ അല്ലാത്തവർക്ക്. അല്ലദീന യദുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ, അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്നും അല്ലാഹുവിലേക്ക് ഞാൻ മടങ്ങിപ്പോകേണ്ടവനാണെന്നും അറിയാമല്ലോ. അതുകൊണ്ട് അവർക്ക് നിസ്കാരം ഭാരമല്ല, അല്ലാത്തവർക്ക് നിസ്കാരം വലിയ ഭാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ക്ഷമയിലൂടെയും നിസ്കാരത്തിലൂടെയും ഗുണം തേടാൻ ആവശ്യപ്പെടുകയാണ്. ഒരു വിശ്വാസിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിൽ 5 പ്രാവശ്യം നിർബന്ധമായ നിസ്കാരമുണ്ട്. അതിന് പുറമെ സുന്നത്തായ നിസ്കാരങ്ങൾ ഇടയിൽ വേറെയും വരുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ കാര്യമായ ആരാധന നിസ്കാരമാണ്. നമ്മളിപ്പോൾ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു, ശേഷം ഇപ്പോൾ സുബഹി നിസ്കരിച്ചു. ഇനി സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ സുന്നത്തായ ഒരു ഇശ്റാഖ് നിസ്കാരമുണ്ട്. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫയാണ്. ആ തുഹ്ഫയിൽ ദുഹ ഒന്ന് വേറെ, ഇശ്റാഖ് ഒന്ന് വേറെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട്, സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഉദയം എന്ന് പറയുന്നത് ചക്രവാളത്തിൽ സൂര്യന്റെ ആ വട്ടിലെ ആദ്യത്തെ വട്ട് തട്ടുന്ന സമയമാണ് ഈ ഉദയ സമയം രേഖപ്പെടുത്തിയത്. ഇനി ഇത്രയും വലിപ്പമുള്ള ഈ സൂര്യൻ ഈ ചക്രവാളത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കാൻ 20 മിനിറ്റ് ആവും. അതാണ് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇശ്റാഖ് നിസ്കരിക്കണം എന്ന് പറയാനുള്ള കാരണം. അപ്പൊ അതും കഴിഞ്ഞ് പിന്നീട് ദുഹായുടെ സമയമാണ്, ദുഹർ വരെ. അപ്പൊ ഇശ്റാഖിന്റെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ദുഹർ വരെ ദുഹായുടെ സമയമാണ്. അപ്പൊ ഒരു 9 മണിയാകുമ്പോൾ അതിന്റെ ഏറ്റവും നല്ല മുഖ്താറായ സമയമായി. അത് കഴിഞ്ഞാൽ പിന്നെ ദുഹർ നിസ്കാരമായി. ദുഹർ നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പിൽ ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. പിന്നെ ദുഹർ നിസ്കാരം 4 റക്അത്ത്, പിന്നെ അതിന് ശേഷം പിന്നെയും ഒരു 4 റക്അത്ത്. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അസറായി. അസറാകുമ്പോൾ അസറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ അസർ 4 റക്അത്ത്, പിന്നെ അസറിന് ശേഷം സുന്നത്ത് നിസ്കാരം ഇല്ല, നിസ്കരിക്കാനും പാടില്ല. ഖളാ വീട്ടുന്നവർക്ക് വീട്ടാം, അസറിന് മുമ്പുള്ള നിസ്കാരം നിസ്കരിക്കാത്തവർക്ക് സുന്നത്ത് നിസ്കരിക്കാം, തഹിയ്യത്ത് നിസ്കരിക്കാം, വുളൂഇന്റെ ശേഷമുള്ള സുന്നത്തൊക്കെ നിസ്കരിക്കാം. യാത്രയുടെ സുന്നത്തൊന്നും അസറിന് ശേഷം പാടില്ല. പിന്നെ മഗ്രിബ് ബാങ്ക് കൊടുത്തു. അപ്പോൾ മഗ്രിബിന് മുമ്പ് 2 റക്അത്ത്, പിന്നെ മഗ്രിബ് 3 റക്അത്ത്, അതിനു ശേഷം 2 റക്അത്ത്. ഇനിയും നിസ്കരിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് 20 റക്അത്ത് അവ്വാബി നിസ്കാരമുണ്ട്. അതിൽ ഏറ്റവും നല്ലത് 6 റക്അത്ത് നിസ്കരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ നിസ്കരിച്ചതായി വന്ന റിപ്പോർട്ട് 6 റക്അത്താണ്. അപ്പൊ 6 റക്അത്ത് അവ്വാബി നിസ്കാരം. അത് കഴിഞ്ഞാൽ പിന്നെ ഇശായിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്, ഇശാ 4 റക്അത്തുണ്ട്, ഇശാന് ശേഷം 2 റക്അത്തുണ്ട്.
ഇശാഇന് ശേഷം പിന്നെ നിസ്കരിക്കുന്നവർക്ക് വിശാലമായി 11 റക്അത്ത് വിത്തറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരല്പനേരം ഉറങ്ങി എണീറ്റാൽ തഹജ്ജുദ് നിസ്കാരമായി. ഉറങ്ങാതെ നിസ്കരിക്കുകയാണെങ്കിൽ അതിന് ഖിയാമുൽ ലൈൽ എന്ന് പറയും. അപ്പം ആകെ കൂടി വിലയിരുത്തിയാൽ നിസ്കാരം എപ്പോഴും ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണ്. ഒരു ദിവസം തന്നെ എല്ലാ സമയത്തും, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലും പാതിരയിലും എപ്പോഴും നിസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് നിസ്കാരം കൊണ്ട് നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഗുണം തേടണം. ഇതിപ്പോൾ ഈ നിസ്കാരം എല്ലാം കൂടി ഈ സുന്നത്തുകൾ നമുക്ക് നിർവഹിക്കാൻ പറ്റിയില്ലെങ്കിലും മുഅക്കദായ ഒരു 10 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമ്മൾ ശീലമാക്കിയെടുക്കണം. അതേതൊക്കെയാണ്? സുബഹിയുടെ മുമ്പ് 2, ളുഹറിൻ്റെ മുമ്പ് 2, ളുഹറിൻ്റെ ശേഷം 2, മഗ്രിബിൻ്റെ ശേഷം 2, ഇശാഇൻ്റെ ശേഷം 2. ഇതാണ് ഏറ്റവും ശക്തിയായ സുന്നത്ത് നിസ്കാരങ്ങൾ. പിന്നെ ഒരു 3 റക്അത്ത് വിത്റും. വിത്ർ നിസ്കാരം നമ്മൾ സാധാരണ നിർവഹിക്കുന്ന നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് വിത്ർ നിസ്കാരം. ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറഞ്ഞത് വിത്റിലെ 1 റക്അത്തിന് തഹജ്ജുദിന്റെ 2 റക്അത്തിനേക്കാൾ കൂലിയുണ്ടെന്നാണ്. അപ്പം അത്രയും ശ്രേഷ്ഠമായ നിസ്കാരമാണ് വിത്ർ നിസ്കാരം. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്ക് വിത്റും തഹജ്ജുദും ഒന്നിച്ച് നിസ്കരിക്കാം. രാത്രിയിൽ തഹജ്ജുദിന് വേണ്ടി എണീക്കുന്ന ആൾക്ക് വിത്റിനോടൊപ്പം തഹജ്ജുദ് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയത്ത് ചെയ്താൽ വിത്റിന്റെ കൂലിയും കിട്ടും, തഹജ്ജുദിന്റെ കൂലിയും കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കാണാം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം പതിവാക്കുന്ന ആളുകൾക്ക് സ്വർഗം സുനിശ്ചിതമാണ്. 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അത് എണ്ണിയത് സുബഹിയുടെ മുമ്പ് 2. ഇത് നമ്മൾ പതിവാക്കുന്നത് നല്ലതാണ്. പിന്നെ ളുഹറിൻ്റെ മുമ്പ് 4, ളുഹറിൻ്റെ ശേഷം 2, മഗ്രിബിൻ്റെ ശേഷം 2, ഇശാഇൻ്റെ ശേഷം 2. എത്രയും 12 സുബഹിയുടെ മുമ്പ് 2, ളുഹറിൻ്റെ മുമ്പ് 4, അപ്പാറായി. പിന്നെ ളുഹറിന് ശേഷം 8, മഗ്രിബിൻ്റെ ശേഷം ഇശാഇൻ്റെ ശേഷം 12 റക്അത്ത്. ഈ 12 റക്അത്ത് പതിവാക്കുന്ന ആളുകൾക്ക് സ്വർഗം സുനിശ്ചിതമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം നരകത്തിന് മേൽ ഹറാമാണ്. പലപ്പോഴും ചില വിഷമങ്ങളോ രോഗങ്ങളോ ഒക്കെ വന്നിട്ട് നബിതങ്ങളുടെ രാത്രി വലായിഫുകൾ മുടങ്ങിപ്പോയാൽ നബിതങ്ങൾ ഈ 12 റക്അത്ത്, ഒരു 12 റക്അത്ത് പകലങ്ങ് നിസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ പറ്റും. അതിൻ്റെ ഒരു പ്രായശ്ചിത്യമൊന്നുമാണ്. അപ്പോ നിസ്കാരം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഗുണം തേടണം. അതുപോലെ ക്ഷമ കൊണ്ടും. ക്ഷമയും നിസ്കാരവും വലിയ അടുപ്പമാണ്. ക്ഷമിക്കുന്നവർക്കാണ് നിസ്കരിക്കാൻ കഴിയുക, നിസ്കരിക്കുന്നവർക്കാണ് ക്ഷമ ഉണ്ടാവുക. കാരണം ക്ഷമയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ദേഷ്യമാണ്. ദേഷ്യം പിശാചിൽ നിന്ന്. ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ ഓനെ പിശാചി കാര്യമായി വലയം വെച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എത്ര കണ്ട് ഒരാൾ ക്ഷമിക്കുന്നു അത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ പവർ കൂടുകയാണ്. ഏതുപോലെ ഒരാൾ എത്ര കണ്ട് നിസ്കരിക്കുന്നു അത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ ദറജ വർദ്ധിക്കുകയാണ്. അപ്പം നിസ്കാരവും ക്ഷമയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ക്ഷമ എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള ക്ഷമയുണ്ട്. ഒന്ന്, അള്ളാഹുവിൽ നിന്ന് വരുന്ന രോഗവും മുസീബത്തും ആ സമയത്ത് ക്ഷമിക്കണം, അതൊരു ക്ഷമയാണ്. അതുപോലെ ഇബാദത്ത് ചെയ്യാനുള്ള ക്ഷമ. ഇബാദത്ത് ചെയ്യാൻ ഒരുപാട് പ്രയാസമുണ്ടല്ലോ, ഒരു മടി. അതിനെ തിരസ്കരിച്ചുകൊണ്ട് തൃണവൽക്കരിച്ചുകൊണ്ട് നിസ്കരിക്കണം, അതൊരു ക്ഷമയാണ്. അത് ക്ഷമയുടെ 2ാമത്തെ ഘട്ടമാണ്. ആദ്യം പറഞ്ഞ മുസീബത്തുണ്ടാകുമ്പോഴുള്ള ക്ഷമയേക്കാൾ കൂലി ആരാധന ചെയ്യാൻ കാണിക്കുന്ന ക്ഷമയാണ്. 3ാമത്തെ ക്ഷമ എന്ന് പറയുമ്പോൾ പാപം ചെയ്യുന്നതിനെ തൊട്ടുള്ള ക്ഷമയാണ്. പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക. അത് ഈ പറയുന്ന 2നേക്കാളും കൂടുതൽ പ്രതിഫലമുള്ള ക്ഷമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എണീറ്റപ്പോൾ റബീഅത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്തു. എല്ലാ ആളുകളും നല്ല സുഖനിദ്ര അനുഭവിക്കുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ഉറങ്ങിയില്ലേ? അപ്പോൾ പറഞ്ഞു, നബിയെ, നിങ്ങൾ ഏത് സമയത്ത് എണീറ്റാലും നിങ്ങൾക്ക് വെള്ളം തരാൻ വേണ്ടി ഞാൻ ഖിദ്മത്തിനായി കാത്തു നിൽക്കുകയാണ്. അപ്പൊ രാത്രി ഉറങ്ങാതെ നബിതങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ആ സഹാബിയുടെ മനസ്സ് നബിതങ്ങൾ വായിച്ചപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, അല്ല, നിനക്ക് എന്തെങ്കിലും പ്രൈവറ്റായിട്ട് സ്വകാര്യമായിട്ട് എന്നോട് ആവശ്യപ്പെടാനുണ്ടോ? സൽ യാ റബീഅ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ നബിതങ്ങൾ ചോദിക്കാൻ പറഞ്ഞല്ലേ, കാര്യമായിട്ട് തന്നെ ചോദിച്ചു കളയാന്ന് വിചാരിച്ച് അദ്ദേഹം പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളോടൊപ്പം തന്നെ സ്വർഗത്തിൽ എനിക്കും കിടക്കണം. നിങ്ങളുടെ ചങ്ങാതിയാണ് ഞാൻ. ഇന്ന് നിങ്ങളോടൊപ്പം സഹകരിക്കുന്ന ഇതേ അവസ്ഥയിൽ നാളെ സ്വർഗത്തിലും എനിക്ക് അവസരം വേണം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നബിതങ്ങൾ ചോദിച്ചു, അവഗൈറ ദാലിക, ഇതല്ലാത്തവർ എന്തെങ്കിലും മതിയോ? അപ്പോൾ റബീഅത്ത് റളിയല്ലാഹു അൻഹു, അല്ല, ഹുവ ദാക യാ റസൂൽ, അത് തന്നെ വേണം. എനിക്ക് എന്തെങ്കിലും തരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅഇന്നി ബികതറത്തി സുജൂദ്. സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എത്ര കണ്ട് നാം നിസ്കരിക്കുന്നു അത്ര കണ്ട് ക്ഷമയുള്ളവരാകുന്നു. എത്ര കണ്ട് നാം ക്ഷമിക്കുന്നു അത്ര കണ്ട് നമ്മുടെ ദർജ ഉയരുന്നു. എത്രയാണ് നമ്മൾ നിസ്കരിക്കുന്നത് അതിനനുസരിച്ച് അള്ളാഹുവിനോടുള്ള അടുപ്പം വർദ്ധിക്കുകയാണ്. അള്ളാഹുവിനെ പേടിയില്ലാത്ത ആളുകൾക്ക് നിസ്കാരം ഒരു വലിയ ഭാരമാണ്. അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾക്കോ അത് നിസ്കരിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ. എന്ത് കാര്യത്തിൽ പോയാലും നിസ്കാരത്തിന്റെ കാര്യം ഓർഡറാക്കണം. കല്യാണത്തിന് പോയാലും സൽക്കാരത്തിന് പോയാലും യാത്രയിൽ പോയാലും സമ്മേളനത്തിന് പോയാലും മീറ്റിങ്ങിന് പോയാലും എവിടുന്നാ നിസ്കരിക്കുക, എപ്പോഴാ നിസ്കരിക്കുക, എങ്ങനെയാ നിസ്കരിക്കുക, ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ളവനാണെന്നും ചിന്തിക്കുന്നവൻ അള്ളാഹുവിൽ പേടിയുള്ളവനാണ്. അവന് നിസ്കാരം ഭാരമാവുകയില്ല. അല്ലാത്തവർക്ക് നിസ്കാരം വലിയ ഭാരമാണ്. ഒരു സ്വഹാബി, അന്ധനായ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ല. ഞാൻ പൂർണ്ണനായ അന്ധനാണ്, അതുകൊണ്ട് എനിക്ക് കണ്ണിന് കാഴ്ച വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വുളു ഉണ്ടാക്കി, എന്നിട്ട് ആ തൊട്ടടുത്ത പള്ളിയിൽ പോയിട്ട് 2 റക്അത്ത് അങ്ങ് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ തേടണം, പടച്ചോനെ, ഈ നിസ്കാരത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ കണ്ണുപോകണം എന്ന് ആവശ്യപ്പെടുന്നു. സഹാബി നബിതങ്ങളുടെ വാക്ക് കേട്ടിട്ട് നല്ല സുന്ദരമായ ഒരു വുളു ഉണ്ടാക്കി പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ട് അങ്ങോട്ട് ദുആയിരുന്നു. പിന്നെ 2 കണ്ണിനും കാഴ്ച കിട്ടി. നബിതങ്ങളുടെ അരികിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയാണ്. മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇതുപോലെ ഒരാൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനോട് പരാതി പറയാൻ വന്നതാ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. പക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണത്തിന്റെ തിരക്കിൽ, മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാണാൻ പറ്റും. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് അപ്പോയിന്റ്മെന്റ് എടുത്ത് കാത്തു നിൽക്കണം. അപ്പൊ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനെ അന്ധനായ ആൾ കാണാൻ വരുമ്പോഴൊക്കെ ഓഫീസിന്റെ മുമ്പിൽ തിരക്കാണ്. അപ്പൊ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്ന് പറയുന്ന മറ്റൊരു സഹാബി ഉണ്ടായിരുന്നു. അന്ധനെ വിളിച്ചിട്ട്, എന്തിന് കാര്യം?
അപ്പോൾ പറഞ്ഞു, എനിക്ക് 2 കണ്ണുമില്ല, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കിട്ടുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഈ സ്വഹാബി പറഞ്ഞു, നബിതങ്ങളുടെ കാലത്ത് ഇതുപോലെ അന്ധനായ ഒരാൾ വന്നിരുന്നു. അയാൾക്ക് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ഒരു ദുആ ഉണ്ട്. ആ ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ ആ ദുആ നിങ്ങൾ ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ചിട്ട് വേണം. അങ്ങനെ അന്ധനായ ഈ സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആ ദുആ 2 റക്അത്ത് നിസ്കാരത്തിന് ശേഷം നിർവഹിക്കാൻ പറഞ്ഞ് പള്ളിയിലേക്ക് വിട്ടു. അയാൾ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വന്നപ്പോൾ 2 കണ്ണിനും കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് വിളിച്ചുകൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ നിങ്ങളെ അരികിലേക്ക് സങ്കടം പറയാൻ വരാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി, പക്ഷെ ഇവിടെ തിരക്ക് കൊണ്ട് പറ്റിയില്ല. അപ്പൊ ഞാൻ നബിതങ്ങളുടെ കാലത്ത് അന്ധനായ ഒരാൾ വന്നപ്പോൾ നിർദ്ദേശിച്ച കാര്യം ഇദ്ദേഹത്തോട് ഞാൻ നിർദ്ദേശിച്ചു കൊടുത്തു. ഇന്ന് അദ്ദേഹം 2 കണ്ണിനും കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ വിളിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലേ, നമ്മൾ ഖുതുബിയത്തിന് മുമ്പ് 12 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. അത് ഖൈറിനെ തേടുന്ന നിസ്കാരമാണ്. ഈ പറയുന്ന ദുഹായും വിത്തറും തസ്ബീഹ് നിസ്കാരവും ഒന്നും അല്ലാതെ തന്നെ ഒരു നിസ്കാരമുണ്ട്. ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത്, ഖൈറിനെ തേടുന്ന 2 റക്അത്ത്. നമ്മളൊരു യാത്രക്ക് പോകാൻ ഒരുങ്ങാണ്, ഹജ്ജിന് പോകണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം പോണ്ടേ? നമുക്കിങ്ങനെ ഒരു എക്കാചക്കയിലുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം നടത്തണോ വേണ്ടേ? എന്തൊരു കാര്യമാണെങ്കിലും ആ കോഴ്സ് ചെയ്യണോ ചെയ്യണ്ടേ? ആശങ്കപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഖൈറുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ഞാൻ ഖൈറിനെ തേടുന്ന 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്തിട്ട് നമ്മൾ നിസ്കരിക്കാം. ഫാത്തിഹയും ഇഖ്ലാസും ഓതി നിസ്കരിച്ചിട്ട് ഖുലിയായിൽ കാഫിറൂന 1-ാമത്തെ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് 2-ാമത്തെ റക്അത്തിലും ഓതി നിസ്കാരത്തിന് ശേഷം പടച്ചവനെ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യം ഖൈറാണെങ്കിൽ നീ നടത്തിത്തരണം, അല്ലെങ്കിൽ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യാം. അപ്പൊ ആ നിസ്കാരത്തിന് ശേഷം അല്ലാഹു തആല നമുക്ക് നല്ല ഒരു വഴി കാണിച്ചു തരും. പോകണ്ടെന്നൊരു തീരുമാനങ്ങൾ വരും, അല്ലെങ്കിൽ പോകണം എന്ന തീരുമാനം വരും. അതിനുള്ള തൗഫീഖും അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. അപ്പൊ അതാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ഖൈറിനെ തേടുന്ന നിസ്കാരം എന്ന് മാത്രമല്ല, ഏത് നിസ്കാരവും അള്ളാഹുവിനോട് ഗുണം തേടാനുള്ളതാണ്. അതാണ് ഇവിടെ അള്ളാഹു നമ്മോട് വിശദീകരിക്കുന്നത്. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഗുണം തേടണം. നിസ്കാരം എന്ന് പറയുന്നത് ഭക്തിയില്ലാത്ത ആളുകൾക്ക് വലിയ ഭാരമാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നും അള്ളാഹുവിലേക്ക് ഞാൻ മടങ്ങിപ്പോകുമെന്നും ആഗ്രഹിക്കുന്ന എന്ന വിചാരമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ഭാരമല്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം അതിൻ്റെ മുറ പോലെ നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, അവസാന നിമിഷം വരെയും ജമാഅത്തായി നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ നിസ്കാരങ്ങളിൽ ഇഖ്ലാസ് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു അമലുകൾക്ക് വലിയ പ്രതിഫലങ്ങൾ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.